നമസ്കാരം. തത്വമി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനും സാമൂഹ്യ നിരീക്ഷകനുമൊക്കെയായ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. വനിതാ സംവരണ ബില്ല് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മുടെ വനിതകളുടെ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ വരേണ്ടത് വലിയ ആവശ്യകതയാണ്. പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ വനിതകൾ ഉണ്ടാകണം. വനിതകൾ 1/3 1/3 നമുക്കുണ്ടാകണം. 1/3 അതിന് പകുതി ശതമാനം ആകും, 50% ആകും എല്ലാ ഇടങ്ങളിലും. കാരണം 1/3 മാത്രമല്ല, ബാക്കി ഇടങ്ങളിലും കൂടി വനിതകളെ നിർത്തുമ്പോൾ 50% എത്തും. തീർച്ചയായിട്ടും അവരുടെ പങ്കാളിത്തം നമുക്ക് ഏറെ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു ചരിത്രപരമായൊരു തീരുമാനമായിട്ട് മുന്നോട്ട് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ പല ഭാഗങ്ങളിലും നിന്നും എതിർപ്പുകൾ വരെയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാത്തതാണ്. എന്നാൽ എന്തായിരിക്കാം ഇതുപോലെ സംഭവിക്കുന്നത് സാർ? ഗ്രീക്കിൽ ആണ് ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണങ്ങൾ നടന്നത്. ഗ്രീക്കിൽ അത് നടക്കുമ്പോൾ അവിടെ വനിതകൾക്കും പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് വോട്ടില്ലായിരുന്നു. സമ്പന്നരായിട്ടുള്ളൊരു വിഭാഗം ആളുകൾക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാറി മാറി പല രാജ്യങ്ങളിലും വനിതകൾക്കും എല്ലാവർക്കും വോട്ടായി. ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ടുള്ള പ്രായപൂർത്തി 21 വയസ്സാണെന്ന് പറഞ്ഞ് പിന്നെ 18 വയസ്സാക്കി രാജീവ് ഗാന്ധിയുടെ കാലത്ത്. എല്ലാവർക്കും വോട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ഭാഗമായി വലിയ ചർച്ചകൾ നടന്നപ്പോൾ പലരും പറഞ്ഞു വനിതകൾക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. കാലം കൊണ്ടത് വരട്ടെ എന്നും എല്ലാവർക്കും വോട്ട് കൊടുക്കാം എന്നും ഒക്കെ ഒരു ചർച്ച വന്നു. കാരണം പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ട, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് കൊടുക്കണ്ട, സമ്പന്നരല്ലാത്തവർക്ക് കൊടുക്കണ്ട, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട, ഒരു ഡിഗ്രിയൊക്കെ എടുത്തവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെയുള്ള ചർച്ച വന്നതാണ്. അതൊന്നുമല്ല, എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യത്തിൽ ശക്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുള്ള നിയമമൊക്കെ വന്നാണ് എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയത്. ചരിത്രത്തിൻ്റെ വിവിധ ദിശകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ദശാസന്ധികൾ പരിശോധിക്കുമ്പോൾ അധികാരവും പണവും എവിടെയൊക്കെ പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല അവിടെയെല്ലാം സ്ത്രീ 2ാം നിരയിലേക്ക് പോയിട്ടുണ്ട്. സമ്പത്ത് പങ്കുവെക്കണം, അധികാരവും പങ്കുവെക്കണം. അധികാരം പങ്കുവെക്കുന്നതിൻ്റെ ആദ്യത്തെ ഇടമാണ് പാർലമെൻറ്റുകളും നിയമസഭകളും. അതുകൊണ്ട് തന്നെ അവിടെ 50% അവർക്ക് പങ്കാളിത്തം കൊടുക്കേണ്ടതാണ്. 1ാം ഘട്ടം എന്നുള്ള നിലയിൽ 33% ആയിക്കോട്ടെ. ആ 33% കൊടുക്കുന്നതിനുള്ള ചരിത്രപരമായൊരു ബില്ലാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്കറിയാം. ചരിത്രപരമായൊരു ബില്ലാണ്. 1951 മുതൽ നമ്മൾ ഭരണഘടനാപരമായി എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഓരോ സെൻസസ് കഴിയുമ്പോഴും നമുക്ക് എന്ത് വരണം? ഇത് കൊണ്ടുവരണം. ഏത് കൊണ്ടുവരണം? വനിതാ സംവരണമല്ല, പിന്നെ മണ്ഡലം പുനർനിർണ്ണയം കൊണ്ടുവരണം. ഈ ഡീലിമിറ്റേഷൻ എന്ന വാക്ക് ഒരു കുഴപ്പം പിടിച്ച വാക്കാണ്. ഡീലിമിറ്റേഷൻ കേട്ടാൽ നമുക്ക് തോന്നുന്നു എന്തോ കുറയ്ക്കുന്നതാണെന്ന് തോന്നുന്നു. കുറയ്ക്കുന്നതല്ലത്. മണ്ഡലം ചിലപ്പോൾ വലുതാവുകയും ചെയ്യും. മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഡിസൈൻ എന്നുള്ള വാക്കായിരുന്നു കുറച്ചുകൂടി നല്ല വാക്ക്. അതിനേക്കാൾ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവ് വരുമെന്നുള്ളൊരു തോന്നലുണ്ടായി. 51 മുതൽ 1952 അത് വന്നു. 63 ഇത് വീണ്ടും ഡീലിമിറ്റേഷൻ, അത് 10 വർഷം കൂടുമ്പോൾ സെൻസസ് വരുന്നതനുസരിച്ചാണ്. 73 വന്നു. 2002 ഒരു ഡീലിമിറ്റേഷൻ വന്നു. പക്ഷേ 2002 ഡീലിമിറ്റേഷൻ എന്ത് ചെയ്തില്ല? നേരത്തെ ഉള്ള ജനസംഖ്യയുടെ മുകളിലോട്ട് പോകാതെ ഉള്ളതിനെ തന്നെ അകത്ത് നിർത്തി തന്നെ 543 മണ്ഡലങ്ങളെ ഉള്ളതിനെ തന്നെ അങ്ങ് ചെയ്തേ ഉള്ളൂ. കൂടുതൽ മണ്ഡലങ്ങളിലേക്കൊന്നും പോയില്ല. എന്നാൽ 1976 ഇന്ദിരാഗാന്ധി പറഞ്ഞു 25 വർഷത്തേക്ക് ഇത് ഫ്രീസ് ചെയ്യാം. കാരണം ഈ ജനസംഖ്യ പല സംസ്ഥാനത്തിൽ കൂടുന്നു, ചില സംസ്ഥാനങ്ങൾ കുറയുന്നു. അപ്പോൾ ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ അത് വീണ്ടും വന്നാൽ കുറച്ച് പ്രശ്നങ്ങളാവൂലേ എന്ന് വിചാരിച്ചുള്ളൂ. 25 വർഷത്തേക്ക് 76 ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചു. ഏത് നിയമം? ഈ 10 വർഷം കൂടുമ്പോൾ ഡീലിമിറ്റേഷൻ നടത്തണമെന്നുള്ള നിയമം, ജനസംഖ്യ ആദ്യമായി നടത്തണമെന്നുള്ള നിയമം ഫ്രീസ് ചെയ്തു. വാജ്പേയി വന്നിട്ട് അത് ഫ്രീസ് ചെയ്തു. പക്ഷേ വാജ്പേയി ഫ്രീസ് ചെയ്തതിൻ്റെ 25 വർഷം കഴിയുന്നത് ഈ 2026 ഇപ്പോൾ കഴിയുകയാണ്, അതിൻ്റെ വർഷം കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ 2021 കോവിഡ് വരാതിരുന്നെങ്കിൽ എന്ത് നടന്നേനെ? ജനസംഖ്യ പരിപാടി നടന്നേനെ, ജനസംഖ്യ പോപ്പുലേഷൻ സെൻസസ് എടുത്തിരുന്നെങ്കിൽ 22 23 റിപ്പോർട്ട് വന്നേനെ. സ്വാഭാവികമായിട്ട് നമുക്കത് നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ 27 എന്ത് വരുള്ളൂ? ഈ ജനസംഖ്യ എടുപ്പ് വരുത്തുള്ളൂ. പക്ഷേ 2011 എടുത്തിയ ജനസംഖ്യ കണക്ക് നമ്മളിവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, കോൺഗ്രസ്സുകാരും പ്രതിപക്ഷവും പറയുന്നതിനകത്തൊരു അന്യായമുണ്ട് എന്നുള്ള വാദക്കാരനാണ് ഞാൻ. ഡീലിമിറ്റേഷനുമായി ഇതിനെ ബന്ധിപ്പിക്കണോ വേണ്ട എന്നുള്ള വേറെ ചർച്ചയുണ്ട്. അതായത് വനിതാ സംവരണം ഇപ്പോൾ ഉള്ള 543 കൊടുത്താൽ മതിയോ, 33% കൊടുത്താൽ മതിയോ,
അത് 840 ആക്കിയിട്ട് കൊടുക്കണമെന്നുള്ള ചർച്ച ചെയ്യണം, അതൊരു വിഷയം തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്ന ന്യായം അന്യായമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാക്ഷരരായി, അപ്പോൾ സാക്ഷരതയ്ക്ക് പിന്നെ പൈസ കിട്ടില്ല, സാക്ഷരതാ പ്രവർത്തനത്തിന് പിന്നെ പൈസ കിട്ടത്തില്ല. ഒരു കുടുംബം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടന്നു, അപ്പോൾ അവർക്ക് 30 കിലോ അരിയും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും, മണ്ണെണ്ണ, പഞ്ചസാര, ഒരുപാട് സാധനങ്ങൾ കിട്ടും റേഷൻ കടയിൽ നിന്ന്. പിന്നെ ട്രാൻസ്പോർട്ട്, പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ പോയാൽ പൈസ കൊടുക്കണ്ട, പിന്നെ ടെസ്റ്റിങ്ങിന് പൈസ കൊടുക്കണ്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഇളവ് കിട്ടും. കാര്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. പക്ഷേ പെട്ടെന്ന് കുടുംബത്തിലൊരാളിന് ജോലി കിട്ടിയാൽ വരുമാനം കൂടി, അപ്പോൾ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ പോകും. അപ്പോൾ പോകുമ്പോൾ പിന്നെ ദാരിദ്ര്യ താഴെ നിന്ന് ആനുകൂല്യം കിട്ടത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യ കുറഞ്ഞു, പല കാരണങ്ങളാൽ നമ്മൾ കുറച്ചു. കുടുംബാസൂത്രണവും വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ചു. വേറൊരു സ്ഥലത്ത് ജനസംഖ്യ കൂടി. സ്വാഭാവികമായിട്ട് ജനസംഖ്യ കൂടിയിടത്തേക്ക് മണ്ഡലം കൂടും. പക്ഷേ അപ്പോൾ നമുക്ക് സമാന്തരമായി അത്രയും മണ്ഡലം കിട്ടണം എന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. അത് ഒരു രാജ്യം എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ അങ്ങനെ വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഡീലിമിറ്റേഷൻ പരിപാടി അസംബ്ലി അടിസ്ഥാനത്തിൽ നടത്തിയപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 3 മണ്ഡലങ്ങളാണ് കുറഞ്ഞത്. 8 മണ്ഡലം ഉണ്ടായിരുന്നു, അത് 5 മണ്ഡലമായി. മലപ്പുറത്ത് എന്ത് സംഭവിച്ചു? 4 മണ്ഡലം കൂടി. ഇനി വരുന്ന ജനസംഖ്യ അടിസ്ഥാനം പറ്റേ ഈ 11 അവിടെ നിൽക്കട്ടെ, 2027 ജനസംഖ്യ വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നത് എവിടെയായിരിക്കും? മലപ്പുറത്തായിരിക്കും. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നത് എവിടെയായിരിക്കും? UP പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. നേരത്തെയും 80 സീറ്റ് UPയിൽ ഉണ്ടായിരുന്നു. അന്നും കോൺഗ്രസ്സുകാരുടെ കാലത്തും നമ്മൾ രാജ്യം മുഴുക്ക ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വന്ന് അവിടെയെല്ലാം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ജയിച്ച് വരുമ്പോഴും UPയിലോട്ട് കയറുമ്പോൾ ആര് ജയിക്കും? കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവർ 2 കൂട്ടരും കൂടി ഒരു സമവായത്തിലിരുന്നൊരു ഫോർമുല ഉണ്ടാക്കി ഈ ബില്ല് പാസ്സാക്കിക്കണമായിരുന്നു. പക്ഷേ 2023 നാരി ബന്ധൻ അധീനം എന്ന് പറയുന്നൊരു ബില്ല് പാസ്സാക്കി എല്ലാവർക്കും 33% കൊടുക്കാം, അസംബ്ലികളിലും ലോകസഭയിലും കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു കറുത്ത ദിനമാണ്. ഇന്നലെ ഇന്ന് 16, 17, 18 എന്ന് പറയുന്നത് ചരിത്രത്തിലൊരു കറുത്ത ദിനമാണ്. ഇത് പാസ്സാവാതിരുന്നാലും BJP നേട്ടമുണ്ടാക്കും, പാസ്സായില്ലെങ്കിലും BJPക്ക് നേട്ടമുണ്ടാകും. പാസ്സായില്ലെങ്കിൽ BJP ഇറങ്ങിപ്പറയും, നാട്ടിൽ ഇറങ്ങിപ്പറയും, ഇത്രയും പുരോഗമനപരമായ ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി തോൽച്ചു എന്ന് പറയും. അതേസമയം ജയിച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്നതാണ്. പിന്നെ പ്രതിപക്ഷം പറയുന്നത്, ഞാൻ ഒരു പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ വേണ്ടി ഒന്നും സംസാരിക്കുന്ന ആളല്ല, പിന്നെ ഒരു സാമൂഹ്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തി എന്നുള്ളത് പറയുന്നത്. പിന്നെ ഒരു വിഷയം, ഭരിക്കുന്ന പാർട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? അവർക്ക് രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ വാർഡ് മുറിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ഇരുന്നപ്പോൾ വാർഡ് മുറിച്ചപ്പോൾ അവർക്ക് സൗകര്യമായിട്ട് മുറിക്കും. UDF ഇരിക്കുമ്പോൾ അവർക്ക് സൗകര്യമായിട്ട് മുറിക്കും. നാളെ BJP അധികാരത്തിൽ കേരളത്തിൽ വന്നാൽ അവർക്ക് സൗകര്യമായിട്ട് വാർഡുകൾ മുറിക്കും. തിരുവനന്തപുരം നഗരസഭ 50 സീറ്റിൽ നിന്ന് 70ലേക്ക് പോയി, 75ലേക്ക് പോയി, ഇപ്പോൾ 100 സീറ്റിലേക്ക് പോയി. എങ്ങനെയാണ് 100 സീറ്റിലേക്ക് പോയത്? ആറ്റിപ്ര, വിഴിഞ്ഞം, പിന്നെ കഴക്കൂട്ടം, ഉള്ളൂർ പഞ്ചായത്തുകളൊക്കെ എങ്ങനെ ഇല്ലാതായത്? സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് നടക്കും. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടക്കും. ഏത് പാർട്ടി അധികാരത്തിൽ വരുന്നുവോ അവരവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും. അത് നമുക്കല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യുക ജനാധിപത്യത്തിൽ. ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കണം ചങ്ങാതി, അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ സീറ്റ് നോർത്ത് ഇന്ത്യയിൽ കൂടിയാൽ, UP, രാജസ്ഥാനിലൊക്കെ കൂടിയാൽ, ബംഗാളിലും കൂടും, അത് വേറെ കഥ, കൂടിയാൽ BJPക്ക് അനുകൂലം. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ കാലവും BJPന് ജയിക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ UPയിൽ രാമക്ഷേത്രം പണിതതിന് ശേഷം രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ സാധാരണ പോറ്റിമാരാണല്ലോ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. പ്രാണപ്രതിഷ്ഠ വരെ നരേന്ദ്രമോദി നടത്തിയിട്ടും ആ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ ആരാ ജയിച്ചത്? കോൺഗ്രസ്സാണ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ ജയിക്കണ്ടേ? അതുപോലെ തന്നെ UPയിൽ സീറ്റ് കുറവായിരുന്നു BJPക്ക്. UPയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 2024 പാർലമെൻറ്റ് ഒരുപാട് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ ലോകസഭയിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. സീറ്റ് കുറവ്. അതുകൊണ്ട് ഇന്ത്യൻ ജനതയെ എന്ത് ചെയ്യരുത്? നിങ്ങൾ BJP, ഞങ്ങൾ CPM, തെക്കേ ഇന്ത്യക്കാരെല്ലാം ഇടതുപക്ഷവും CPM-ഉം കോൺഗ്രസും, വടക്കേ ഇന്ത്യക്കാരെല്ലാം അങ്ങനെയാണെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. വടക്കേ ഇന്ത്യക്കാരും വളരെ കൃത്യമായി രാഷ്ട്രീയമായി എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നവരാണ്. അവർ കാലാകാലങ്ങൾ, ഇപ്പോൾ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എല്ലാ കാലവും BJPക്ക് തന്നെ അപ്പർ ഹാൻഡ് ആയിരിക്കുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. കോൺഗ്രസ് തിരിച്ചു വരാം, പിന്നെ അഖിലേഷ് യാദവ് തിരിച്ചു വരാം, നിതീഷ് കുമാർ മാറിപ്പോകാം, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ജനാധിപത്യത്തിൽ ഈ ഒരു അവസരത്തെ ഇല്ലാതാക്കിയത് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം അത് 2 കൂട്ടരുടെ ഭാഗത്തുനിന്നും ഉള്ള വിട്ടുവീഴ്ചകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നവർ ചർച്ച ചെയ്ത് വനിതാ ബില്ല് പാസ്സാക്കണമായിരുന്നു. എങ്ങനെ പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ബില്ല് പാസ്സായെങ്കിലും അതിനനുസരിച്ചുള്ള മണ്ഡലം കൂടി നിശ്ചയിക്കാതിരുന്നാൽ
തീർച്ചയായിട്ടും ഒരു വലിയൊരു നഷ്ടം, ചരിത്രത്തിൻ്റെ മറ്റൊരു നഷ്ടമാണ്. അത് ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കിയില്ലേ, പ്രസിഡൻ്റാക്കിയില്ലേ. കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലാന്ന് തോന്നുന്നു, ആരോ ചോദിക്കുന്നു, കെ സി വേണുഗോപാൽ ചോദിക്കുന്നു കേട്ടോ, ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയില്ലേ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ മകൾ കൂടിയായിരുന്നു. നെഹ്റുവിൻ്റെ മകനായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് പകരം ഒരു മകനായിരുന്നു, ചിലപ്പോൾ മകനായിരുന്നേനെ പ്രധാനമന്ത്രി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായാലും. അത് മകളായതുകൊണ്ട് പ്രധാനമന്ത്രിയാക്കി. അല്ലാതെ എത്ര പേരെ ഇവിടെ ആക്കി. ഇവിടെ കേരളത്തിൽ CPM പിന്നെ ഗൗരി കേരളെന്തെങ്കിലും കേരള നാട്ടിൽ KR ഗൗരി നമ്മ നയിക്കും എന്ന് വിളിച്ചതാണ്. ഗൗരിയമ്മയാക്കിയോ? ശൈലജ ടീച്ചർ കിടന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നില്ലേ? പിന്നെ ശോഭാ സുരേന്ദ്രൻ BJPക്കകത്ത് തെക്കും വടക്ക് കിടന്നടിച്ചതല്ലേ? ഇപ്പോൾ അല്ലേ സീറ്റൊക്കെ കൊടുത്തു. ഒക്കെ എന്തോ വലിയ ബുദ്ധിമുട്ടില്ലേ ഒരു കാലഘട്ടം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി എടുത്താലും വലിയ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇനി ഒരു കാര്യം കൂടെ എൻ്റെ ചോദ്യം ചോദിച്ചോളൂ, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ 33% കൊടുത്താൽ മതിയല്ലോ. പാർലമെൻറ്റൊക്കെ അവിടെ നിൽക്കട്ടെ, പാർലമെൻറ്റും ഈ വനിതാ സംവരണമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളിതാ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ CPMന് പറയാം, ഞങ്ങൾ പുരോഗമന രാഷ്ട്രീയ പാർട്ടിയാണ്. ശരി, അടുത്ത എല്ലാ തിരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ 33% നിർബന്ധമായി എന്ത് കൊടുത്തിരിക്കും? സ്ത്രീകളെ കൊടുത്തിരിക്കും. കോൺഗ്രസ്സിന് പറയാം, BJPക്കും പറയാം. പക്ഷെ ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും എന്ത് കിടപ്പുണ്ട്? ഒരു ആൺകോയ്മ കിടപ്പുണ്ട്, ഒരാണത്വം കിടപ്പുണ്ട്. അത് ചിലർ പരസ്യമായി പറയുന്നു, ചിലർ പറയുന്നില്ല. ഈ വ്യത്യാസമേ ഉള്ളൂ. വളരെ കൃത്യമായി സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ ഒരു നിർഭാഗ്യകരമായ കാര്യം, സ്ത്രീകളും ഇതിനു വേണ്ടി വന്ന അഭിപ്രായം പറഞ്ഞു കളഞ്ഞു രാഷ്ട്രീയമായി. വൃന്ദാക്കാരാട്ടും ആനി രാജയും ഒക്കെ വന്നു നിന്ന്, കന്നിമൊഴിയൊക്കെ വന്നു നിന്ന് ഈ ബില്ലിനെ എതിർക്കുകയാണ്. അപ്പോൾ സ്ത്രീകളും രാഷ്ട്രീയമായി ബില്ലിനെ എതിർക്കുന്നു. പുരുഷന്മാർ അല്ലെങ്കിലേ അവർക്ക് താല്പര്യമില്ല, കൊടുക്കാൻ താല്പര്യമില്ല. പല ഘട്ടത്തിലും ഇത് പൊളിച്ചതാണ് ബില്ലിനെ. ഇപ്പോൾ ഒന്നുകൂടി അതിൻ്റെ എന്താണ് ശവമടക്ക് നടക്കുമോ, അല്ലെങ്കിൽ അത് കോൾഡ് സ്റ്റോറേജിൽ പോകുമോ, നമുക്കിന്ന് കുറച്ച് കൂടെ കഴിയുമ്പോൾ കാര്യങ്ങൾ അറിയാം. വളരെ ദുരന്തമാണ് നമ്മൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അല്ല, ഇത് ഇപ്പോൾ വനിതാ സംവരണ ബില്ല് ഇവർ പറയുന്ന ചില കാരണങ്ങൾ, വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ, ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത്, ഈ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കി ഈ പറഞ്ഞ പോലെ വടക്കിന് കൂടുതൽ സീറ്റ് കിട്ടും, തെക്കിന് കുറച്ചായിരിക്കും സീറ്റ് കുറവ്. പക്ഷേ അത് അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ചരിത്രപരമായി തന്നെ ഇത് കുറച്ച് വെച്ചത് എന്നാണ് ഇവരിത് പറയുന്നത്, ഫ്രീസ് ചെയ്ത് വെച്ചത്, അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട്. പക്ഷേ ഇത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഓരോ കാലത്തും ഇത് റീഅഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. റീഅഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ ഓരോ വ്യക്തിക്കും അയാളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ്? അതായത് എൻ്റെ വോട്ട് അവിടെ അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ എനിക്ക് എന്ത് അധികാരമാണ് ജനാധിപത്യത്തിലുണ്ടാകുക? അല്ല, നല്ല വലിയ ചോദ്യമാണ്. 26 കോടിയുള്ള UPയിൽ 80 പേരും 3 കോടിയുള്ള നമുക്ക് 20 സീറ്റും ഉണ്ട്. ജനാധിപത്യ വിരുദ്ധമല്ലേ? അപ്പം ഞാനിത് പറയുമ്പോൾ കേരള വിരുദ്ധനാക്കും എന്നെ. പക്ഷേ രാജ്യവിരുദ്ധനാക്കാൻ പറ്റത്തില്ല. ഞാൻ രാജ്യസ്നേഹിയായി നിന്ന് സംസാരിച്ച്, ഞാനാണ് ഇത് കൈകാര്യം ചെയ്തൊരു ഓഫീസറാണെങ്കിൽ എൻ്റെ മണ്ടയിൽ പോകേണ്ട ചിന്ത എന്താണ്? അതെ, 80 സീറ്റുള്ള 26 കോടിയുള്ളവർക്ക് 80 സീറ്റ്, 3 കോടിയുള്ളവർക്ക് 20 സീറ്റ്. അപ്പോൾ അവിടെ എത്ര സീറ്റ് വേണം? 26 എന്ന് പറയുമ്പോൾ 8 സീറ്റ് വേണ്ടേ അവിടെ? അതെ. അത് മാത്രമല്ല, എന്തിനായിരിക്കും ഇവർ ഈ പറഞ്ഞ പോലെ കേരളത്തിനകത്ത് ഈ ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക? ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് സീറ്റ് കുറഞ്ഞു, ആലപ്പുഴയ്ക്ക് സീറ്റ് കുറഞ്ഞു, കോട്ടയത്തിന് സീറ്റ് കുറഞ്ഞു, മലപ്പുറത്തിന് സീറ്റ് കൂടി, കാസർഗോഡിന് സീറ്റ് കൂടി. അപ്പോൾ ഇവിടെയൊക്കെ സീറ്റ് കൂടുകയും നമ്മുടെ തെക്കൻ ജില്ലകളിൽ സീറ്റ് കുറയുകയും ചെയ്യുമ്പോൾ അവിടെ ഈ രാഷ്ട്രീയം ബാധകമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ബയാസ്ഡാണ്. നമ്മൾ രാജ്യം എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും. ഇവിടെ ഒരു മതം നേട്ടമുണ്ടാകും, അതാണ് തുറപ്പ്. അതേസമയം തിരിച്ചായിരുന്നെങ്കിൽ ചിലപ്പം ബഹളം ഉണ്ടാക്കിയാനെ. ഇത് തിരിച്ചിപ്പോൾ മലപ്പുറത്ത് സീറ്റ് കുറഞ്ഞെന്ന് വിചാരിക്കുക. നമ്മൾ വേറെ ഒരു ജാതിയും പറയുകയല്ല, പക്ഷെ മലപ്പുറത്ത് സീറ്റ് കുറയുകയും ഇപ്പുറത്തെ എവിടെയെങ്കിലും സീറ്റ് കൂടിയിരുന്നെങ്കിൽ മതന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നടന്നേനെ. ഇവിടെ ഇപ്പുറത്തെ ബഹളം നടന്നില്ല. പിന്നെ ക്രിസ്ത്യ സീറ്റുകൾ പോയല്ലോ. പത്തനംതിട്ടയിൽ പല ക്രിസ്ത്യാനികളുടെ സീറ്റുകളല്ലേ പോയത്. അവിടെ സീറ്റ് ക്രിസ്ത്യാനികൾക്കും കിട്ടുന്ന സ്ഥലമായിരുന്നില്ല. സീറ്റ് പോയല്ലോ, നമ്മളപ്പോൾ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ രാജ്യത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോൾ എന്താ പറഞ്ഞത്, പിന്നെ പഠിച്ച് നമ്മൾക്ക് സാക്ഷരത, അല്ലെങ്കിൽ നമ്മൾ സാക്ഷരരായി, അല്ലെങ്കിൽ നമ്മൾ ജനസംഖ്യ കുറച്ചു എന്ന് വിചാരിച്ച് ജനസംഖ്യ കൂടിയവരും കൂടി നമുക്ക് വേണ്ടി നിൽക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ പറഞ്ഞത്, അതിന് ഇംബാലൻസ് വന്നാൽ ആ ഇംബാലൻസ് എങ്ങനെ പരിഹരിക്കുന്നുള്ള ചർച്ച ആവശ്യമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തൊരു നല്ല കാര്യത്തിന് നമുക്ക് ശിക്ഷ അല്ല കിട്ടുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിൽ നമ്മൾ പുറത്തു വരികയാണ് ചെയ്യുന്നത്.
കാരണം എന്തായാലും ജനസംഖ്യ അടിസ്ഥാനത്തിൽ എന്ത് നോക്കിയല്ലേ പറ്റുള്ളൂ. 1,00,000 ആൾ, ഒരു സ്ഥലത്ത് 1,00,000 ആളുകൾക്ക് ഒരു MP, വേറെ സ്ഥലത്ത് 80,000 ആളുകൾക്ക് MP. കാര്യം അവർ എന്ത് നടത്തിയവരാണ്? ജനസംഖ്യാ നിയന്ത്രണം നടത്തിയവരാണ്. അതുകൊണ്ട് അവർക്ക് 80,000 പേർക്ക് ഒരു MP കൊടുക്കാം. ഇവിടെ ഒരു ജനസംഖ്യാ നിയന്ത്രണം നിങ്ങൾ നടത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് 1,00,000 പേർക്ക് ഒരു MP മതി എന്ന് തീരുമാനിക്കാൻ പറ്റുമോ രാജ്യത്ത്? അതൊക്കെ എന്ത് തീരുമാനമാണ്? അപ്പോൾ നമ്മളെ ചാനലുകളിരുന്ന് എന്താ പറയുന്നത്? പക്ഷേ ഇത് പറയുമ്പോൾ എന്ത് സംഭവിക്കും? കേരള വിരുദ്ധനാവും. ഓ, ഇയാൾ ഇനി ഇവർ പറയുന്ന ഒരു ലോജിക്കിൽ ഈ കാര്യം എടുത്താൽ തന്നെ അവരവർ ചെയ്യുന്ന തെറ്റിനായിരിക്കുമല്ലോ അവരവർ ശിക്ഷിക്കപ്പെടേണ്ടത്. ഈ അച്ഛനും അമ്മയും ചെയ്ത തെറ്റ് ഇവരുടെ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ജനസംഖ്യ വർധനവുണ്ടായിപ്പോയത് അച്ഛനും അമ്മയും ചെയ്ത തെറ്റിനായിരിക്കുമല്ലോ. ഈ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന് പിൻതലമുറ അനുഭവിക്കണം. അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അതല്ല അങ്ങനെ ഒരു തെറ്റെന്നൊരു ചോദ്യമല്ല. ഇവരുടെ ഒരു ചിന്താഗതി അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങളിൽ കയറി അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. അല്ല, അങ്ങനെയല്ല, ഇവരുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് സാർ. അതായത് ഈ അമ്മയും അച്ഛനും ജനസംഖ്യാ വർധനവ് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാകരുത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഒരു ന്യായമില്ല. ഇത് അന്യായമാണ് പറയുന്നത്. അതായത് 2011 സെൻസസ് പോട്ടെ, 27 സെൻസസ് എടുത്തെന്ന് വിചാരിക്കുക. 27 എന്താ സംഭവിക്കുക? ഇതിനേക്കാൾ സീറ്റ് കുറയുമെന്നേ. അതെ, ഇതിനേക്കാൾ നമ്പർ കുറയും. കാര്യം എന്താണ്? വീണ്ടും ജനസംഖ്യ അവിടെ കൂടുകയല്ലേ ചെയ്തത്. അതെ, UP പോലെ സംസ്ഥാനങ്ങളിൽ 15 ശേഷം വലിയ ജനസംഖ്യ കൂടി. അവിടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്താൽ ഓക്കെ. പക്ഷേ ജനസംഖ്യ കൂടിയത് കൊണ്ട് അവർക്ക് കൊടുക്കും പോലെ ജനസംഖ്യ കുറച്ചതിനുള്ള ഞങ്ങളുടെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം. അതെന്ത് ന്യായമാണ്? അത് അന്യായമാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് കറക്റ്റ്. നമ്മൾ ദരിദ്രനായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടും, സമ്പന്നനാകുമ്പോൾ ആനുകൂല്യം കുറയും. എണ്ണത്തിൽ കൂടുതലുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആനുകൂല്യം ഒരുപോലെ കിട്ടിയതിരിക്കും. നമ്മൾ എണ്ണത്തിൽ കുറയുമ്പോൾ അത്രയും കുറച്ച് മതി. അതെ, കുറച്ച് മതിയല്ലോ. എന്തിനു കൂടുതൽ MP-മാർ? അതായത് 80,000 പേർക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 1,00,000 പേരുണ്ടെന്ന്, അല്ലെങ്കിൽ 10 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം പോപ്പുലേഷന് ഒരു MP എന്ന് കണക്കാക്കി. നമ്മൾ 10 ലക്ഷം പോപ്പുലേഷനുള്ളത് നമുക്ക് ഒരു MP മതി. 15 ലക്ഷം 20 ലക്ഷം പോപ്പുലേഷൻ ഉള്ളവർക്ക് എന്ത് വേണ്ടി വരും? 2 MP വേണ്ടി വരും. തീർച്ചയായിട്ടും വേണ്ടി വരും. ജനസംഖ്യ കുറച്ചുള്ളവർക്ക് കുറച്ച് MP മതി. പക്ഷേ അത് ജനസംഖ്യ കുറച്ച് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ജനസംഖ്യ കൂട്ടിയ സ്ഥലത്തുള്ള MP-മാരെ പോലെ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ആവശ്യം പോലെ കൂട്ടിക്കോളൂ, ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്കും കൂട്ടി തരണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇംബാലൻസ് വരും. ഇംബാലൻസ് വരുമല്ലോ. അത് പറ്റത്തില്ല. ബാലൻസ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനസംഖ്യയെ തമ്പ് റൂൾ, അല്ലേ പറയണം ജനസംഖ്യയൊന്നും വേണ്ട, അങ്ങനെ പറയാം. തമ്പ് റൂൾ വേണ്ടേ? അതെ, ഒരു സാധനം ഉണ്ടാക്കാൻ ഒരു ബേസ് ലൈൻ വേണ്ടേ? ഒരു ബാർ വേണ്ടേ? ഒരു ബാർ കോഡ് വേണ്ടേ? എന്താണ് തമ്പ് റൂള്? ജനസംഖ്യയാണ്. 10 ലക്ഷത്തിന്, അല്ലെ 5 ലക്ഷത്തിന്, 3 ലക്ഷത്തിന്, 4 ലക്ഷത്തിന് ഒരു ME അല്ലെങ്കിൽ ഒരു MLA, 5000 പോപ്പുലേഷൻ ഒരു വാർഡ് മെമ്പർ, അല്ലെ 500 വീടിനൊരു വാർഡ്, ഇങ്ങനെയല്ലേ കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്കാക്കുമ്പോൾ കേരളത്തിന് നഷ്ടം വരും. നഷ്ടമെന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തിൻ്റെ സവിശേഷത കൊണ്ട് കേരളത്തിന് അത്രയും മതി. അങ്ങനെ നമ്മൾ സമാധാനപ്പെടണം. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. കേരളത്തിലെല്ലാ കാലവും ഇനി ഇടതുപക്ഷ UDF ആയിരിക്കുമോ? ഇല്ല. അതിൻ്റെ ന്യായമാണ്. ഇവിടെയും BJP വന്നൂടെ? തമിഴ്നാട്ടിൽ BJP വന്നൂടെ? തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നൂടെ? വടക്കേന്ത്യയിൽ വന്നൂടെ? ബംഗാളിൽ BJP വന്നൂടെ? എവിടെയും രാഷ്ട്രീയത്തിൽ മാറി വരാം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ പിടിക്കാനാണ് BJP ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു ലോജിക്കുമില്ല. നോർത്ത് ഇന്ത്യയിൽ എല്ലാ കാലവും തെരഞ്ഞെടുപ്പിലൂടെ BJP തന്നെ വരും എന്ന് ചിന്തിച്ച് കൂട്ടുന്നത് ആരെ കളിയാക്കലാണ്? ആ നാട്ടിലെ ജനാധിപത്യ ബോധത്തിനെ തന്നെ കളിയാക്കലാണ്. അല്ല, ജനങ്ങളെ കളിയാക്കലാണ്. അത് തീർച്ചയായും. അല്ലാതെ ഏകാധിപത്യത്തിലൂടെ BJP വരും അല്ലെങ്കിൽ RSS വരുമെന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ വരുമായിരിക്കും. തിരഞ്ഞെടുപ്പൊന്നുമില്ല രാജ്യത്ത്, അത് ഓക്കെ. പക്ഷെ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അവിടെ എല്ലാ കാലവും BJP തന്നെ വരും എന്ന് സൗത്ത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു വല്ലാത്ത കടന്നു കൈയായിപ്പോയി. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ സാധ്യതയില്ല. അവിടെയും മാറിയും തിരിഞ്ഞ് വരും. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ, എവിടെ പോയി? കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയ പാർട്ടികളുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? കാലം ഇങ്ങനെയാണ്. ഇപ്പോൾ BJPയുടെ കാലമാണ്. നാളെ ഈ കാലവും മാറി വരും. ഈ വസന്തവും പോവും, ഈ നന്മയും പോവും, തിന്മയും പോവും, എല്ലാം പോവും. വിഷു വരും, പുലരി വരും, ഇത് വരും. ജനാധിപത്യമാണ്. അതുകൊണ്ട് ഇത് പിന്നെ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഡീലിമിറ്റ് ചെയ്യും. BJP വരുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും. CPM വരുമ്പോൾ അവർക്ക് അങ്ങനെ പറ്റൂ. അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതൊന്നും നമുക്ക് എതിർത്തുകൊണ്ട് പോകാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച്, പൊളിറ്റിക്കലായി ജനങ്ങളെ സംഘടിപ്പിച്ച്
പ്രതിപക്ഷത്താണെങ്കിലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായി നേരിടുകയാണ് വേണ്ടത്. അതിന് പകരം ഈ ഒരു വലിയൊരു കാര്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതും അന്യായമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. 2011 സെൻസസ് വേണ്ട, 27 സെൻസസ് മതി എന്ന് പറയുന്നത് ഒരു അന്യായമാണ്. ആണ് 27 ഇതിനേക്കാൾ സംഖ്യ കൂടുതലാണെന്നേ. അപ്പോൾ എന്ത് ന്യായം പറയും? റേഷ്യോയുടെ കാര്യം പറയും. എന്ത് റേഷ്യോയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. ജനസംഖ്യ പിന്നെ നമ്മൾ ജനസംഖ്യ കുറച്ചത് കൊണ്ട് വേറെയുള്ള ബെനിഫിറ്റുകൾ നമ്മൾ നേടുന്നു. നമുക്ക് അത്ര എം പിമാർ മതി. കുറഞ്ഞ സ്ഥലം ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് പേര് താമസം മാറിപ്പോയി, വീടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. പണ്ട് ഇവിടെ വീടുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീടിന് കണക്കാക്കി അവിടെ ഒരു വാർഡ് തിരിക്കാൻ പറ്റുമോ? അങ്ങനെ തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ജനസംഖ്യയ്ക്ക് ഉള്ള മെമ്പർമാർ അത്രേൻ്റെ ആവശ്യമുള്ളൂ. ഇത് പറയുമ്പോൾ ദേശവിരുദ്ധമാണെന്നോ കേരള വിരുദ്ധമാണെന്ന് പറയരുത്. ദേശീയ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ BJP അല്ല ആരായാലും ഇങ്ങനെ ചിന്തിക്കാവൂ. ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളോട് വീണ്ടും നമ്മൾ കാണിക്കുന്ന അനീതിയാണ്. തീർച്ചയായും അത് ജനാധിപത്യ വിരുദ്ധവുമാണ്. ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധത്തെ നമ്മൾ പല്ലിളിച്ച് കാണിക്കരുത്, കൊഞ്ഞനം കുത്തി കാണിക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഈ ഭൂമിയിൽ മതപരിവർത്തനത്തിനാവട്ടെ, ചക്രവർത്തിമാരാകട്ടെ, രാജാക്കന്മാരാകട്ടെ, പല രൂപത്തിൽ പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭീഷണിയുടെയും കൊലയുടെയും എല്ലാ രൂപത്തിലും 2000 വർഷത്തോളം ഇന്ത്യയിൽ വന്ന് ബഹളം കാണിച്ചിട്ടും 750 വർഷത്തോളം മുസ്ലിം ഭരണാധികാരികൾ അവർ നല്ലവരുമുണ്ട് ചീത്തക്കാരുമുണ്ട്. 2000 വർഷത്തെ അധിനിവേശത്തിൻ്റെ ചരിത്രം പറയുമ്പോഴും അതിനെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്നിട്ട് അതിനെയും ഓവർടേക്ക് ചെയ്ത് വളരെ കൃത്യമായി പോകുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യ ഭൂമികയാണ് ഭാരതം. അത് ഒരു പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ. ഏകാധിപത്യം വരുമായിരിക്കും ഇനിയിപ്പം, അടിയന്തരാവസ്ഥ കൊണ്ടുവരാം, അതൊക്കെ കൊണ്ടുവരാം. പക്ഷേ അല്ലാതെ ജനാധിപത്യത്തിൽ ഇന്ന പാർട്ടി തന്നെ വരും. അത് ഡീലിമിറ്റ് ചെയ്ത് വെച്ചാലും എന്ത് ചെയ്ത് വെച്ചാലും ഇന്ത്യൻ ജനത അവരുടെ ജനാധിപത്യ ബോധം, നിരക്ഷരരാണെങ്കിലും പട്ടിണിപ്പാവങ്ങളാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും അവർ വലിയ ഉയർന്ന ജനാധിപത്യ ബോധം കാണിക്കുന്നൊരു സമൂഹമാണ്. കാലങ്ങളായി അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു മതത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കീഴടങ്ങാത്ത ഒരു സമൂഹമാണ് ഭാരതമെന്ന് വളരെ അഭിമാനപൂർവ്വം നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ ബില്ലിനെ എതിർക്കുന്നവരുടെ കണ്ണ് ഇതൊക്കെ കേട്ടൊന്ന് തുറക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അവർ കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരാകട്ടെ, ആൾക്കാരുടെ ജനാധിപത്യ ബോധത്തെ നിന്ദിക്കാതിരിക്കട്ടെ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.